വളരെ കനത്ത പോളിംഗാണ്. കാരണം ഞാൻ പോകുന്നിടത്തെല്ലാം ഞാൻ സാധാരണ രാവിലെ തന്നെ വോട്ട് കാസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഞാൻ സാധാരണ രാവിലെ തന്നെ ശാസ്താമംഗലത്ത് വന്ന് വോട്ട് കാസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇന്നിപ്പം സ്ഥാനാർത്ഥി കൂടി ആയതുകൊണ്ട് ഞാൻ അല്പം വൈകി തിരക്ക് കുറഞ്ഞിട്ട് വോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് 11 മണിക്ക് വന്നത്. എന്നിട്ടും ഏകദേശം അരമണിക്കൂർ നഗരത്തിൽ ഏറ്റവും കുറവ് പോളിംഗുള്ള അണ്ടർ 60% പോളിംഗുള്ള ശാസ്താമംഗലത്തെ ഈ ബൂത്തുകളിലാണ് കവടിയാറിലേക്ക് ഇത്രയും തിരക്ക് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ വന്നിറങ്ങി വോട്ട് ചെയ്യുന്നത് ഒരു മാറ്റത്തിന് വേണ്ടി, പുതിയൊരു കേരളത്തിന് വേണ്ടിയാണ്. അത് തീർച്ചയായിട്ടും UDFന് അനുകൂലമാണെന്നുള്ള വിശ്വാസമാണ്. നഗരത്തിലെ ഈ വോട്ടുകൾ അതിവിടെ മാത്രമല്ല, ഞാൻ രാവിലെ നേമത്തെ മുടവൻമുകള് തുടങ്ങി പൂജപ്പുര, കരമന, തിരുമല അടക്കമുള്ള ഭാഗങ്ങളിൽ ഏകദേശം ഒരു 30% ബൂത്ത്സ് ഞാൻ കവർ ചെയ്തു. അവിടെ എല്ലാം നല്ല തിരക്കാണ്. ഒരു ബൂത്തിൽ പോലും ആളില്ലാത്ത അവസ്ഥയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വോട്ടിംഗ് പെർസെൻറ്റേജ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കഴിഞ്ഞ തവണയേക്കാളും കൂടും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇതുവരെയുള്ള നമ്പേഴ്സ് വളരെ ഹെൽത്തിയാണ്. നഗരത്തിൽ പ്രത്യേകിച്ച് 60-ന് താഴെ പോളിംഗ് നടക്കുന്ന ഈ നേമം, വട്ടിയൂർക്കാവ്, ട്രിവാൻഡ്രം സെൻട്രൽ, കഴക്കൂട്ട് തുടങ്ങിയിടത്തൊക്കെ നല്ല പെർസെൻറ്റേജ് ഉണ്ട്. തീർച്ചയായിട്ടും UDF അനുകൂലമായിട്ട് തന്നെ വരും. കാരണം അത് ഓരോ സ്ഥാനാർത്ഥിയും പാർട്ടി പ്രസിഡന്റ് കൂടിയാണല്ലോ, അവർക്ക് അവരുടെ ക്ലെയിംസ് ഉണ്ടാകും. പക്ഷേ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇത്തവണ UDFൻ്റെ നല്ല ഒരു ക്ലീൻ സ്വീപ്പ് തന്നെ എത്തും. വളരെ കംഫർട്ടബിളായിട്ട് നമ്മൾ മുന്നിലെത്തുന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അവിടെ എല്ലാം ആ ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നുണ്ട്. ബാക്കി ഇലക്ഷൻ ദിവസം എല്ലാവർക്കും കാര്യങ്ങൾ പറയാമല്ലോ, അതിലേക്ക് ഞാൻ ഖണ്ഡിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ, നല്ലതാണ്. പോളിംഗിൻ്റെ പകുതിയായപ്പോൾ നേമത്ത് ഞാൻ ഇപ്പോഴും പറയുന്നത്, വെളിയിൽ നിന്ന് പല ആളുകളും കാണുന്നൊരു നിയമമല്ല നേമം UDFൻ്റെ കരുത്തുറ്റ മണ്ഡലമാണെന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും. എല്ലാ മേഖലകളിൽ നിന്നും നേമത്ത് രണ്ട് മുന്നണികളും മേഖല തിരിച്ച് ആളുകളുടെ വോട്ട് വാങ്ങിക്കാൻ നോക്കുമ്പോൾ എല്ലാ ആളുകളുടെയും വോട്ട് വാങ്ങിക്കുന്ന സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയായിരിക്കും. കോടിക്കണക്കിന് രൂപയുടെ ചെലവ് BJP LDF ചെയ്തിട്ടുണ്ട്. വർണ്ണാഭമായിട്ടുള്ള ഹോർഡിങ്സ്, മദ്യമടക്കമുള്ള പേ ഫോർ ക്യാഷ് അടക്കമുള്ള പഴയ നോർത്ത് ഇന്ത്യൻ മോഡൽസൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. കാശിന് വോട്ട്, കുപ്പി, വലിയ ബോർഡുകൾ, അതൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ UDFൻ്റെ ചിഹ്നം പതിഞ്ഞിരിക്കുകയാണ്. നേമത്ത് ഒരു വലിയ അത്ഭുതം ഉണ്ടാകും. നേമം UDF വിജയിക്കും.